നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ കൗൺസിലർമാർക്ക് സ്വീകരണം നൽകി. മർച്ചന്റ് അസോസിയേഷൻ ഹാളിലാണ് സ്വീകരണം ഒരുക്കിയത്. അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ അധ്യക്ഷത വഹിച്ചു. EEC മാർക്കറ്റ് പുളിഞ്ചോട് റോഡ് BMBC ടാറിംഗ് പൂർത്തീകരിച്ചതായി മാത്യു കുഴൽനാടൻ MLA. 1.5 കോടി രൂപ ചെലവഴിച്ച് 4.2 മീറ്റർ വീതിയിൽ 1 കിലോമീറ്റർ 300 മീറ്റർ ദൈർഘ്യത്തിലാണ് ടാറിംഗ് നടത്തിയത്. പാഴക്കുളം പൈനാപ്പിൾ മർച്ചന്റ്സ് ചാരിറ്റി ഓർഗനൈസേഷൻ പൈനാപ്പിൾ സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി. വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഡീൻ കുര്യാക്കോസ് NV താക്കോൽ കൈമാറി. സംസ്ഥാന സ്കൂൾ കലോത്സവം ഉറുദു മത്സരങ്ങളിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിക്ക് അനുമോദനം. തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് അലിയസഫിന് ക്യാഷ് അവാർഡ് നൽകി ആദരിച്ച ലോക്സഭാ അംഗം ഡോക്ടർ MB അബ്ദുൾ സമദ് സമദാനി. മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂൾ 62ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ഡീൻ കുര്യാക്കോസ് NV ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വാർത്തകൾ വിശദമായി. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ കൗൺസിലർമാർക്ക് സ്വീകരണം നൽകി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ. മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും പങ്കെടുത്തു. മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ അധ്യക്ഷത വഹിച്ചു. അന്ന് നഗരസഭ വന്ന് ഏറ്റവും ആദ്യം ഈ കൗൺസിൽ വന്നപ്പോൾ ചെയ്തത് നഗരസഭയുടെ അണഞ്ഞിരുന്ന ദീപങ്ങൾ തെളിയിച്ചു എന്ന് പറഞ്ഞു. അന്ന് വന്നപ്പോഴും ഏറ്റവും ആദ്യം ഇവിടെ പറഞ്ഞത് അന്നും വിളക്കുകൾ കത്തണില്ലാന്ന്. അന്ന് മർച്ചന്റ് അസോസിയേഷൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് അന്നത്തെ നിങ്ങളുടെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറോട് ചോദിച്ചാൽ അറിയാം, നമ്മുടെ കടകളിൽ നിന്ന് പോസ്റ്റുകളിലില്ലാത്ത പൈപ്പുകൾ നമ്മൾ ഓരോ കടകളിൽ വിളിച്ചു പറഞ്ഞ് പൈപ്പുകൾ അറേഞ്ച് ചെയ്തു. അന്ന് ബിൽഡേഴ്സ് അസോസിയേഷനെ വിളിച്ചു പറഞ്ഞ് അവിടെ ഈ ഇപ്പോൾ കത്തിച്ച നെഹ്റു പാർക്കിലെ വിളക്ക് നമ്മൾ ആ വലിയ ഹൈമാസ്ക് നമ്മൾ മുൻകൈയിട്ട് ചെയ്തതാണ്. അന്ന് പിന്നെ അന്നത്തെ കൗൺസിലൊരു ആഗ്രഹമായിരുന്നു നഗര സൗന്ദര്യവൽക്കരണം. നമ്മളെല്ലാ കടകളിലും ചെടിച്ചിട്ടി അടക്കം ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. പക്ഷേ ആ തുടങ്ങി വന്നപ്പോഴാണ് നഗര വികസനത്തിൻ്റെ പേരിൽ ആ നഗര സൗന്ദര്യവൽക്കരണം വന്നുപോയത്. അപ്പോൾ ഒരു നഗരസഭ എന്ത് പറഞ്ഞാലും അതേപടി കേൾക്കാൻ തയ്യാറുള്ള സംഘടനയും അതേപടി അനുസരിക്കാൻ തയ്യാറുള്ള കച്ചവടക്കാരും മൂവാറ്റുപുഴ. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിനു മടേക്കൽ, അസം ബീഗം, P രജിത തുടങ്ങി മൂവാറ്റുപുഴ നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും പങ്കെടുത്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗോപകുമാർ കല്ലൂർ, ട്രഷറർ KM ഷംസുദ്ദീൻ, അസോസിയേഷൻ ഭാരവാഹികളായ മഹേഷ് കമ്മത്ത്, PO ഷംസുദ്ദീൻ, ബോബി നെല്ലിക്കൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ആരിഫ് PVM, ഗ്രെയിൻസ് പ്രസിഡന്റ് റാഫി, വനിതാ വിംഗ് ഭാരവാഹികളായ മിനി മാത്യു, ബിജി സജീവ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന ഗതാഗത പാതകളിലൊന്നായ EEC മാർക്കറ്റ് പുളിഞ്ചോട് റോഡിൽ BMBC ടാറിംഗ് പൂർത്തീകരിച്ചതായി മാത്യു കുഴൽനാടൻ MLA. 2023-24 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിൽ MLAയുടെ നിർദ്ദേശപ്രകാരം അനുവദിച്ച പദ്ധതിയിലൂടെയാണ് റോഡിന്റെ നവീകരണം നടത്തിയത്. 1.5 കോടി രൂപയോളം ചെലവഴിച്ച് 4.2 മീറ്റർ വീതിയിൽ 1 കിലോമീറ്റർ 300 മീറ്റർ ദൈർഘ്യത്തിലാണ് റോഡ് BMBC നിലവാരത്തിലേക്ക് ഉയർത്തിയത്. ഇതോടെ പ്രദേശത്തെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നഗരത്തിലെ തിരക്ക് കുറയ്ക്കുന്നതിനും പദ്ധതി സഹായകരമാകും. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. വാഴക്കുളം പൈനാപ്പിൾ മർച്ചന്റ്സ് ചാരിറ്റി ഓർഗനൈസേഷൻ പൈനാപ്പിൾ സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വാഴക്കുളം പൈനാപ്പിൾ മർച്ചന്റ്സ് ചാരിറ്റി ഓർഗനൈസേഷൻ നിർമ്മിച്ചു നൽകുന്ന 7ാമത് പൈനാപ്പിൾ സ്നേഹവീടിന്റെ താക്കോൽദാനം നടത്തി. മെതിപ്പാറയിൽ നടന്ന ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് MB താണിക്കുന്നൽ ത്രേസിക്കുട്ടി ജോസഫിന് പൈനാപ്പിൾ സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. ഇവിടെ പൈനാപ്പിൾ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംഘടന ഈ വിധത്തിൽ സംഘടിക്കുകയും
അതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറെ നല്ല നിലയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. 7 വീട് നിർമ്മിച്ചു നൽകി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ ഇച്ഛാശക്തിയോടുകൂടി മുൻപോട്ട് പോകുമ്പോഴാണ് ഈ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമുണ്ടാകുന്നത്. മാത്രമല്ല, ഭവനം എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യമാണ്. കയറി കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട്. ഇവിടെ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ ആശ്വാസകരമാണ്. മഴ പെയ്യുമ്പോൾ ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളും പ്രതിസന്ധികളെയും ഒക്കെ അവർ അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് കൈത്താങ്ങായി നിൽക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നുമില്ല. 10 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് വിധവയായ ത്രേസിക്കുട്ടിക്ക് വീട് പൂർത്തീകരിച്ച് നൽകിയത്. വീടില്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു നൽകുന്ന പദ്ധതി ഇനിയും തുടരുമെന്ന് ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നിൽ പറഞ്ഞു. ഇത് നമ്മുടെ 7ാമത്തെ ഭവന പദ്ധതിയാണെങ്കിൽ നിങ്ങളുടെ സാക്ഷി നിർത്തി ഒരു കാര്യം കൂടി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ യാത്ര തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കമ്മിറ്റി കൂടിയപ്പോൾ അവിടെ ഒരു ആശയമുണ്ടായി. നമുക്കൊരു 1 ഏക്കർ സ്ഥലം വാങ്ങിച്ച് അതിനകത്ത് 10 20 വീടുകൾ നിർമ്മിച്ചുകൊണ്ട് വീടില്ലാത്തവർക്ക്, സ്ഥലമില്ലാത്തവർക്ക്, വളരെ പാവപ്പെട്ട ആളുകളെ സെലക്ട് ചെയ്ത് അങ്ങനെയുള്ള ആളുകൾക്ക് അത്താണിയായി ഒരു ഭവനം നിർമ്മിച്ചു നടക്കുവാനുള്ള ഒരു പ്രവർത്തനം നമുക്ക് ആരംഭിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അപ്പൊ അതിന്റെ വെളിച്ചത്തില് ഈ മഹനീയമായ മുഹൂർത്തത്തിൽ അതുകൂടി അനൗൺസ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം, അവരുടെ ആവശ്യപ്രകാരം, അവരുടെ പറഞ്ഞതനുസരിച്ച് ഇനി നമ്മൾ 1 ഏക്കറെങ്കിലും സ്ഥലം വാങ്ങിച്ച് ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്ഥലം വാങ്ങിച്ച വാഴപ്പളം പൈനാപ്പിൾ മർച്ചന്റ് ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു സംരംഭമായി നമ്മൾ 20 വീടുകൾ ഒന്നിച്ച് നിർമ്മിച്ചു നൽകുമെന്നല്ല ഞങ്ങൾ പറയുന്നത്. ഓരോരോ വീടുകളായി നിർമ്മിച്ചു നൽകിക്കൊണ്ട് ഇതൊരു തുടർ പ്രവർത്തനമായി മുമ്പോട്ട് പോകും. ഈ നാട്ടില് വീടില്ലാത്തവർക്ക്, സ്ഥലമില്ലാതെ കയറി കിടക്കുവാൻ നിവൃത്തിയില്ലാത്ത ഒട്ടനവധി ആളുകളുണ്ട്. അവർക്കൊരു അത്താണിയായി ഈ പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ മാറുമെന്ന് കൂടി നിങ്ങളോട് പറയുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. മഞ്ഞളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തന്നിട്ടാമാക്കൽ വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം നടത്തി. ചാരിറ്റി ലോഗോ പ്രകാശനവും ഫണ്ട് സ്വീകരണവും ചടങ്ങിൽ നടത്തപ്പെട്ടു. ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി ജോസ് വർഗീസ് ചക്കാലക്കുന്നേൽ, മഞ്ഞളൂർ പഞ്ചായത്ത് മെമ്പർ ഡെയ്സി ജെയിംസ്, ജ്വാല പ്രസിഡന്റ് OM ജോർജ്, ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജിമ്മി തോമസ് പള്ളിത്താഴത്ത്, CITU യൂണിയൻ പൈനാപ്പിൾ മാർക്കറ്റ് പ്രസിഡന്റ് MK മധു, INTUC യൂണിയൻ പൈനാപ്പിൾ മാർക്കറ്റ് പ്രസിഡന്റ് ജിൻഡോ ടോമി, BMS യൂണിയൻ പൈനാപ്പിൾ മാർക്കറ്റ് മേഖലാ സെക്രട്ടറി അനുരാജ് പായിപ്ര, ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ ട്രഷറർ ജോസ് മോനിപ്പിള്ളിൽ, പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ, വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഉറുദു മത്സരങ്ങളിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥിക്ക് അനുമോദനം. തൃശൂരിൽ നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഉറുദു ഉപന്യാസം, ഉറുദു കിസ്, ഉറുദു കഥാരചന എന്നീ മത്സരങ്ങളിൽ A ഗ്രേഡ് കരസ്ഥമാക്കി മികച്ച നേട്ടം കൈവരിച്ച തർബിയത്ത് ട്രസ്റ്റ് വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി മുഹമ്മദ് അലിയസഹിനെ ലോക്സഭാ അംഗം ഡോക്ടർ MB അബ്ദു സമദ് സമദാനി ക്യാഷ് അവാർഡ് നൽകി ആദരിച്ചു. അനുമോദന ചടങ്ങിൽ തർബിയത്ത് സ്കൂൾ മാനേജർ TS അമീർ, ട്രസ്റ്റ് അംഗങ്ങളായ അഡ്വക്കേറ്റ് TS റഷീദ്, TS ബിന്യാമിൻ തുടങ്ങിയവർ പങ്കെടുത്തു. Welcome to Vimalagiri International School, Movatupura. Admissions are now open for the academic year 2026-2027. മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ 62ാമത് വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 62ാമത് വാർഷികാഘോഷങ്ങളും ദീർഘകാലം സേവനമനുഷ്ഠിച്ച ജോസഫ് J, ജീവ രാജ് എന്നിവരുടെ യാത്രയയപ്പും നടന്നു. ഡീൻ കുര്യാക്കോസ് NB സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മാനേജർ VK നാരായണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാർത്ഥികൾക്കുള്ള വിവിധ പുരസ്കാരങ്ങൾ ചലച്ചിത്ര പിന്നണി ഗായകൻ ജിൻസ് ഗോപിനാഥ് വിതരണം ചെയ്തു. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. കാർഷിക ഉപകരണങ്ങളുടെ സർവീസ് ക്യാമ്പ് വ്യാഴാഴ്ച. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക ഉപകരണങ്ങളുടെ സർവീസ് വ്യാഴാഴ്ച 9 മുതൽ EEC മാർക്കറ്റ് ഹാളിൽ നടക്കും. 1000 രൂപ വരെയുള്ള റിപ്പയർ സൗജന്യമാണ്.
അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് അറ്റ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.